ഓം മിത്രായ നമ. പ്രപഞ്ചന 777 യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമുക്ക് വൈബ്രേഷൻ എന്താണെന്ന് നോക്കാം. പ്രപഞ്ചത്തിലെ എല്ലാത്തിനും വൈബ്രേഷൻ ഉണ്ട്. എന്നാൽ ഓരോന്നിൻ്റെയും വൈബ്രേഷൻ ലെവൽ വ്യത്യസ്തമാണ്. ഓരോ മനുഷ്യൻ്റെയും കർമ്മയ്ക്കടിസ്ഥാനമായി വൈബ്രേഷൻ ലെവൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ്റെ വൈബ്രേഷൻ ലെവലിനെ 3 തരത്തിൽ പറയാം: ലോ വൈബ്രേഷൻ, ഹൈ വൈബ്രേഷൻ, സീറോ വൈബ്രേഷൻ. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ലോ വൈബ്രേഷൻ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സമാധാനം കുറഞ്ഞിരിക്കുകയും ഒന്നും മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കാൻ കഴിയാത്ത അവസ്ഥയുമായിരിക്കും. എല്ലാം ഉണ്ടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ എപ്പോഴും അലട്ടിക്കൊണ്ടേയിരിക്കും. ഹൈ വൈബ്രേഷൻ ആയിരിക്കുന്ന ഒരു വ്യക്തി നിർധനനാണെങ്കിൽ പോലും എവിടെയും ഏതു ബഹളത്തിനിടയിലും വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കും. ഉള്ളതിൽ തൃപ്തരാവുകയും ചെയ്യും. ആളുകളും കുട്ടികളും മൃഗങ്ങളുമൊക്കെ അവരിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കും. സീറോ വൈബ്രേഷൻ എന്നാൽ ലോ വൈബ്രേഷൻ, ഹൈ വൈബ്രേഷൻ എന്നൊക്കെ നിങ്ങൾ പലയിടത്തും കേട്ടിരിക്കാം. എന്നാൽ സീറോ വൈബ്രേഷൻ എന്നത് കേട്ടിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. സീറോ വൈബ്രേഷനിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ചിന്തയോ ആഗ്രഹമോ ഉണ്ടാവില്ല. എന്നാൽ എന്താണോ അവർക്ക് വേണ്ടത് അത് യഥാസമയത്ത് ആ വ്യക്തിക്ക് ലഭിച്ചിരിക്കും. വൈബ്രേഷൻ ഉയർത്തിക്കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ആകുന്നതിന് വേഗത കൂടുകയും ശരീരത്തിലെ ജോയിൻറ്റുകളിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന നെഗറ്റീവ് എനർജി റിലീസ് ആവുകയും ശരീരവേദനകൾക്ക് ശമനം വരികയും ചെയ്യുന്നു. സാത്വികമായ ഭക്ഷണക്രമം, വ്യായാമങ്ങൾ, യോഗ, മെഡിറ്റേഷൻ, മന്ത്രജപം തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒരു സാധന കൃത്യമായി ചെയ്യുന്നതും പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്നതും നമ്മുടെ വൈബ്രേഷൻ ഉയർത്താൻ ഏറ്റവും സഹായകരമാണ്. ആത്മീയതയിൽ യാഥാർത്ഥ്യത്തെ അന്വേഷിക്കുന്നവർക്ക് ഈ ചാനൽ ഫോളോ ചെയ്യാം. ഏറ്റവും ബെസ്റ്റായ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി.